എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നും ചെറിയൊരു പണി കിട്ടിയ വ്ളോഗ് തന്നെയാണ്, വീഡിയോ തന്നെയാണ്. എങ്ങടാ മോനെ, എങ്ങടാ? വെറുതെ ഇരുന്നതാ. ഞാൻ വിചാരിച്ചപ്പോ ഓടിക്കാൻ അറിയുന്നില്ലല്ലോ. പഠിച്ചു തുടങ്ങി. എന്തിട്ട് പഠിച്ചു തുടങ്ങി? എങ്ങനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാ? കൃത്യം പഠിച്ചു തുടങ്ങി. താക്കോലില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാലോ. മിടുക്കനാടാ. അനിയൻ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്തിട്ട് പറയാൻ വന്നേ? പോണം. അനിയനിവിടെ റെഡിയായി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പണി തന്നെയാണ്. കുറച്ച് നാൾ എടുക്കാണ്ട് ഓഫ് റോഡ് ചെയ്യാണ്ട് സൂക്ഷിച്ച് വെച്ചതാണ്. പക്ഷെ ഇങ്ങനെ പയ്യെ വന്ന പണി തന്നെയാണ്. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ചെയിൻ നമ്മൾ പുതിയൊരു ചെയിൻ വാങ്ങിയിട്ടു. അതേസമയം നമുക്ക് പണി കിട്ടിയത് ഇതിൻ്റെ കെസറ്റാണ് കേട്ടോ. നോർമലി യൂഷ്വലി ചേഞ്ച് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഒരു സംഭവം ഒരു ചെയിൻ പുതിയതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെസറ്റും അതോടൊപ്പം തന്നെ യൂഷ്വലി മാറേണ്ടതാണ്. പക്ഷെ ഞാൻ ചെറിയ സ്ലിപ്പിംഗ് ആണ്, ഞാനൊരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ. നല്ല രീതിയിൽ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം. പക്ഷേ അർബൻ ഫ്രീ റൈഡും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് തന്നെയാണ് റിസ്ക് ഗൈസ്. അപ്പോൾ അവിടെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ നിന്നില്ല. ഇന്ന് നമുക്ക് ആ 9 സ്പീഡിൻ്റെ കെസറ്റ് കിട്ടുമെന്ന് നോക്കണം. അതുപോലെ തന്നെ പഴയ ഒരു നമ്മുടെ ചെയ്യാനുണ്ടല്ലോ, അത് ഇട്ട് നോക്കിയതിന് ശേഷം അത് തേയ്മാനമുണ്ടോ കാര്യങ്ങളെല്ലാം പോകണം. അപ്പോൾ നേരെ നമുക്ക് എങ്ങടെ പോവാം? എങ്ങട്? ബൈക്ക് ഷോപ്പിലേക്ക് വിപിഞ്ഞാൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ വേണം റൈഡ് ചെയ്യാൻ. പറ്റുമോ? കുഴപ്പമില്ലല്ലോ. എനിക്ക് വയ്യ കഴിച്ചു. 2 ദിവസമായിട്ട് ഭയങ്കര തല അനങ്ങുമ്പോൾ ഭയങ്കര വിങ്ങലിട്ട മൈഗ്രെയിൻ്റെ ആണ്. എന്തൊക്കെ അങ്ങനെ വരാറില്ല. പക്ഷെ ഇന്നായിട്ട് ഉറക്കും ശരിയില്ല. മൊത്തത്തിൽ ഭയങ്കര തലയും കാര്യങ്ങളൊക്കെ ഇളകുമ്പോൾ ഭയങ്കര വേദന. അപ്പോൾ ഞാൻ വിചാരിച്ചു അനിയനോട് ഒറ്റയ്ക്കല്ലേ, നീ ചവിട്ടിക്കോളല്ലേ? ഓക്കെ ബൈ. എന്നാ പോയിട്ട് വരാം. എന്തേ റൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എടാ കുഴപ്പമൊന്നുമില്ലല്ലോ. പോരാന്നാ? 70,000 സൈക്കിള് അവന് പോരാന്നാ? ഇപ്പൊ ആ വണ്ടിക്ക് 70,000 രൂപ കേട്ടോ. എന്നിട്ട് അവനത് പോരാന്ന്. എടാ നിനക്ക് 70,000 സൈക്കിള് പോരെ? നീ ആള് തരക്കേടില്ലല്ലോടാ. ചേട്ടന് വയ്യാത്ത കാരണല്ലടാ. എന്നിട്ട് ചേട്ടന് വയ്യാത്ത കാരണല്ല സുന്ദരി. കുഴപ്പമില്ലല്ലോ. തെന്നനുണ്ടാ? ചെറുതായിട്ട് നോക്കി നോക്കാം. ഇവിടെ മുഖത്തെന്തൊരു സന്തോഷമില്ലാത്ത എന്തേ? എടാ ആകെ 2 കിലോമീറ്ററുള്ളൂ. അതിന് പകുതി ഇറക്കൂ. എന്താടാ കാര്യം പറ. അത്രയ്ക്ക് വയ്യാണ്ടായ നിനക്ക്? ഒരു സുഖില്ലാന്നാ? എടാ കഷ്ടപ്പെട്ട് നേടുന്നൊക്കെ. എടാ ഒരു സഹായല്ല നീ ചെയ്തത്. പിന്നെന്നിട്ടാ ദൈവം, ഇത്ര വലിയ പണിയാണത്. ഇനി ചവിട്ടില്ലാന്നാ പറയണ കേട്ടാ. നമ്മളങ്ങനെ ബൈക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. വെള്ളം ഫ്രഷ് ജ്യൂസ് കുടിക്കുമോ അതോ പച്ചവെള്ളം കുടിക്കുമോ? ഇപ്പൊ തൽക്കാലം വെള്ളം കുടിക്കും. ബൈക്ക് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നീ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലായിട്ടെ എങ്ങനെ ചെയ്യാതുള്ളത്. എന്നാലും മോനെ നീ ഭയങ്കര കഷ്ടമായിട്ടാ. 2 കിലോമീറ്റർ ചവിട്ടുമ്പോഴേക്കും ഒരു സഹായം ചോദിച്ചിട്ട് ഒരു സഹായിക്കാണ്ട്. ഇലക്ട്രിക്കിനായിട്ട് വില കൂടുതലുള്ള സൈക്കിള്, വില കൂടിയ സൈക്കിള്. ഇലക്ട്രിക് സുഖാ, കഷ്ടപ്പെടണ്ട. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ടിട്ട് എത്ര 300 സംതിങ് വീഡിയോസ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബില്. താല്പര്യം പോലെ, ഇഷ്ടം പോലെ. എന്തോന്നാ നീ ഇങ്ങനെയൊക്കെ പറയണേ? നമ്മള് കാണുന്ന ജോഹിനല്ലാട്ടാ പല സമയത്തും ജോഹിൻ. നമ്മളിവിടെ ഇരിക്കട്ടെ, എന്തായാലും നടപടിയാക്കട്ടെ കേട്ടോ. ഞാൻ ബൈക്ക് ഷോപ്പിൽ വന്നപ്പോ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടിരിക്കുകയാണ് ഗൈസ് ജോയലിനെ. എങ്ങനെയാ പ്രാക്ടീസിങ് കാര്യങ്ങളൊക്കെ പോണത്? സെന്റ് തോമസിന്റെ ഇതിലല്ലേ നീ പോണേ? കഴിഞ്ഞതിൽ ഫസ്റ്റ് അടിച്ചു അല്ലേ? മറ്റേ അല്ല ഏതിലാ പറഞ്ഞ? ഇൻഡിവിജ്വൽ ട്രാക്കില് ഏതായിരുന്നു? ഇൻഡിവിജ്വൽ ഏതിലാണ്ട് കയറിയത്? അടിപൊളിയായിട്ട് പോട്ടെ കാര്യങ്ങള്. അവന്റെ വണ്ടി സ്ട്രാറ്റോസിന്റെ ഏതായിരുന്നു? സ്ട്രാറ്റോസിന്റെ S4 കേട്ടോ. എനിക്ക് ആ പെഡൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെഡൽ ഏതിന്റെ ആടാ? ബ്രാൻഡ് കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. എത്ര രൂപ പൊട്ടിച്ചു പെഡലിന്? 4,500 രൂപ. നൈസ് പെഡൽ. അതിൻ്റെ എനിക്ക് പെഡൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
നല്ല കളറായിട്ടുണ്ട്. വെയിലത്ത് കുറച്ചുകൂടി ഗ്ലേസിംഗ് ഉണ്ടാവും അല്ലേ? കുറച്ചുകൂടി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ടാ. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? അപ്പൊ നടക്കട്ടെ, നീ ഇറങ്ങാൻ നിൽക്കല്ലേ? ഓക്കെ. അപ്പോൾ ഇതിന്റെ ഭാഗം വേണം, ഇതുകൂടി വേണോ? അപ്പോൾ പോയിടാം. അതിന്റെ അളവ് നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഏട്ടാ? സാധനം ചെക്ക് ചെയ്യണം. എടുത്തു വെച്ചു കാര്യമില്ല. അപ്പോൾ മറ്റേ ഇത് തേമാനായത് തന്നെയാണ്, കാസറ്റ് പോയത് തന്നെയാണ്. അപ്പോൾ അതിലൊരു തീരുമാനമായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അനിയന് ട്രീറ്റ് കൊടുക്കാൻ ഒരു നാട്ടു നടപ്പാണല്ലോ, അല്ലെങ്കിൽ ഇവ തൊയിലും തരില്ല കേട്ടോ. എന്തെങ്കിലും വാങ്ങി കൊടുക്കാണ്ട് ജ്യൂസ് എന്തിനും വാങ്ങി കൊടുക്കണ്ട. ജ്യൂസ് ഞാൻ ഡെയിലി വ്ളോഗിൽ പറയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇത് കട്ട് ചെയ്യണ്ട, ഷുഗർ കട്ട് ചെയ്ത് നോക്കണം ഒരാഴ്ചക്ക്. അപ്പോൾ ഇങ്ങനത്തെ കുടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തെങ്കിലും ജോഹിന് എന്തെങ്കിലും വാങ്ങി കൊടുക്കണം. മാംഗോ ഷേക്കേഴ്സ് ഇത് മതിയാ? ഇത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഞങ്ങൾ തണുത്തെടുത്തു, അവിടെ പോയി ചോദിച്ചാൽ കിട്ടും. ഇത് കുമ്പളപ്പം അട പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ അവൻ എന്തോ ഓയിലായിട്ടുള്ളൊരു സംഭവം. ഷുഗർ ഒരാഴ്ച കട്ട് ചെയ്ത് നോക്കണമെന്നുണ്ട്. എത്രത്തോളം നടപടിയാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ബൈക്കിൻ്റെ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബൈക്കിൻ്റെ കാര്യം ഇന്ന് എറണാകുളത്ത് നിന്ന് അയക്കണം, പ്രൊഡക്റ്റ് അയക്കണം. എന്നിട്ട് നാളെ മറ്റന്നാളേക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കിയോട്ടെ. അങ്ങനെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. മൂന്നാമത്തെ ദിവസം ബൈക്ക് ഷോപ്പിൽ സാധനം കിട്ടിയിട്ടാ ഫൈനലി. എറണാകുളത്ത് നിന്ന് നമ്മുടെ യുണൈറ്റഡ് ബൈസൈക്കിൾ ഇല്ലേ, അവിടെ നിന്ന് ഞാൻ എത്തിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇത് തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇടാം. ഷിമാനോടെ മെറി ക്രിസ്മസിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ബൈക്കിൽ 46 ടീത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ 46 ടീത്ത് നമുക്ക് കിട്ടാനില്ല കേട്ടോ. അവൈലബിലിറ്റി മൈക്രോ ഷിഫ്റ്റിൻ്റെ മാത്രമാണ് 46 ടീത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ 36 ടീത്തിൻ്റെ ഐസ് 11:36 കേട്ടോ. ഒരു ആംബുലൻസ് നമ്മുടെ ജൂബിലി മിഷൻ്റെ അടുത്താണ് ഈ ഷോപ്പ് വരുന്നത്, ബൈക്ക് ഷോപ്പ് വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ആംബുലൻസ് പോകും. ഞാൻ കാട്ടി തരാം കേട്ടോ. ഇതാണ് ആ പെട്ടി വരുന്നത് ഷിമാനോടെ. ബ്ലാക്ക് കളർ തന്നെ എടുത്തു കേട്ടോ. എൻ്റെ മൈക്രോ ഷിഫ്റ്റ് ബാക്കിൽ കിടക്കുന്നുണ്ടായിരുന്നത് ബ്ലാക്ക് കളർ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കളർ തന്നെ വേണമെന്ന്. സോ ഇതാണ് ഗൈസ് നമ്മുടെ ഇത് വരുന്നത് കേട്ടോ. 9 സ്പീഡിൻ്റെ കെസറ്റ് വരുന്നത്. ഷിമാനോ കെസറ്റ് ഒറിജിനൽ ഷിമാനോയുടെ പ്രൊഡക്റ്റാണ് എടുത്തത് കേട്ടോ. ഷിമാനോ കെസറ്റ് 11:36 ടീത്ത്. നമ്മുടെ കയ്യിൽ 46 എടുക്കുന്നുണ്ടായിരുന്നത്. 10 പല്ല് പോയിട്ടുണ്ട് ഗൈസ്. 10 പല്ല് നല്ല വില കൊടുക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 10 പല്ല് കാരണം ക്ലൈം കയറുമ്പോഴാണ് അതിൻ്റെ ഉപകാരം വരിക. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ സാധനം ഇവിടെ കൊടുത്തിട്ട് നമ്മുടെ ബൈക്ക് ഷോപ്പിൽ കൊടുത്ത് സാധനം സെറ്റ് ചെയ്യാം കേട്ടോ. ഇതുകൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നമാണ് ഉണ്ടായിരുന്നത് കെസറ്റിൻ്റെ. സോ സൈക്കിള് ഞാൻ ബൈക്ക് ഷോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ പോയത്. സൈക്കിൾ ഇവിടെ വയ്ക്കാൻ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സൈക്കിൾ ഞാൻ അവിടെ വെച്ചിട്ടാണ് പോയത്. നമ്മുടെ ഈ സാധനമാണ്. നിങ്ങൾ ഇതിൻ്റെ വ്യത്യാസം തന്നെ നോക്കി കേട്ടോ. 10 ടീത്ത് എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. നല്ല വ്യത്യാസം വരും കേട്ടോ. 10 ടീത്തിൻ്റെ വ്യത്യാസം. ഇടാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ കിടക്കണത് മൈക്രോ ഷിഫ്റ്റിൻ്റെ ആയിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഷിമാനോയിലേക്ക് മാറിയിട്ടാണ്. 11:36 ടീത്താണ് നമ്മുടെ കയ്യിൽ വരണത്. ചെറിയൊരു ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അൺബോക്സിങ് ആണെന്നുണ്ടോ? ഇത് ടൂൾസാണോ കിട്ടേണ്ടത്? ചെറിയ ടീത്തുകൾ അല്ലേ? ചെറിയ ടീത്തുകൾ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊരു കെസറ്റ് ഇടണത്, അതുകൊണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതിൻ്റെ കപ്പ് എന്നല്ലേ പറയാ? അല്ല, ലോക്ക്. അതിൻ്റെ ലോക്ക്. അതുപോലെ തന്നെ ഇതിട്ട് ഇത് മെഗാ റേഞ്ചാണ് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടി ഭാഗ്യമുണ്ട്. ടീത്ത് പറഞ്ഞാൽ മെഗാ റേഞ്ചൊക്കെ എടുക്കണത് അവസാനത്ത് ഇതാ. അപ്പോൾ വിപിഞ്ഞേട്ടൻ ആ പരിപാടി നോക്കിയോളും. ഇതാണ് നമ്മുടെ പഴയ ടീത്ത്. ഇതുകൊണ്ട് വല്ല പരിപാടി ഒപ്പിക്കാൻ പറ്റും കേട്ടോ. എന്തെങ്കിലും വെറൈറ്റി ഇതുകൾ കാണട്ടെ. നിങ്ങൾക്ക് ഈ പഴയ കെസറ്റ് കൊണ്ട് എന്തെങ്കിലും പരിപാടികൾ ഒപ്പിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഇതാണ് നമ്മുടെ പഴയ സാധനം വരുന്നത്. നോക്കി ഞാൻ ഓരോന്നോരോന്ന് കാട്ടിത്തരാട്ടത്. ഇതൊരെണ്ണം. പിന്നെ കെസറ്റ് ഇങ്ങനെയാണ് കേട്ടോ കെസറ്റ് വരുന്നത്. ഇതാണ് അവസാനത്തെ പല്ലുന്നുണ്ട്. ഓരോന്നായിട്ട് പോരുന്നത് കണ്ടോ? നോക്കി ഓരോന്നായിട്ട് പോകുന്നു. അപ്പോൾ 1, 2, 3, 4 ഗിയർ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഒറ്റ ഗിയറാണ്. 5, 6, 7, 8, 9 കണ്ട. ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ഗിയർ വരുന്നത് കേട്ടോ. കെസറ്റ് കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ഈ ഇതിൻ്റെ ഡിറൈലർ ഇട്ടു, അല്ല കെസറ്റ് ഇട്ടു. ഈ ഡിറൈലർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാണ്. പിന്നെ ചെയിൻ എന്തൊരു ചെയ്യാം?
മെഷർ ചെയ്തിട്ട് നമുക്ക് ഈ സാധനം ഒന്നുകൂടി കുറയ്ക്കണം കേട്ടോ. ചെയ്യാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സെറ്റാവുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി ചെയ്യാൻ കുറയ്ക്കലാണ്. ഇപ്പോൾ ഗിയറും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ വിപിൻ ചേട്ടൻ എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇത് ചെയ്യേണ്ട കണ്ണിയും കാര്യങ്ങളൊക്കെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കണ്ണി നിങ്ങൾ കളയരുത് കേട്ടോ. സാധനം ആള് ഒരു പാക്കറ്റിലിട്ട് തന്നിട്ടുണ്ട് എന്നോട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ട്. കാരണം അടുത്ത ചാട്ടവും മറച്ചിലും എല്ലാം വരുമ്പോൾ ഈ സാധനം നമുക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ നമുക്ക് ഉണ്ടായില്ലേ ചെയ്യേണ്ട കണ്ണി നമ്മൾ മാറ്റി ഇട്ടിട്ട് കുറച്ചിട്ട് പൊട്ടിപ്പോയി അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ ഈ കണ്ണിയുടെ ആവശ്യം വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേഫായിട്ട് എടുത്ത് വയ്ക്കണം കേട്ടോ. നമ്മുടെ ബൈക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ആളത് അടുത്ത വർക്കിൽ കേട്ടോ. സെറ്റല്ലോ എല്ലാം, വണ്ടി ഫുള്ള് സെറ്റായിട്ടുണ്ട്. അടുത്ത പേടി എനിക്ക് ഈ സാധനം ഉണ്ടാ ഫ്രണ്ടിലത്തെ ക്രാങ്ക്. ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പണിയുടെ പണിയായിരിക്കും കേട്ടോ. 12,000 രൂപയ്ക്ക് വരണത്. അതിനിപ്പോൾ ഒറ്റയ്ക്ക് വാങ്ങാൻ കിട്ടുമോ, ക്രാങ്ക് അടക്കാൻ വാങ്ങാൻ കിട്ടുമോ ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്കിതൊന്ന് ചെറിയൊന്ന് റൈഡ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. എന്നിട്ടൊന്ന് കൺഫേം ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ചവിട്ടി നോക്കുമ്പോൾ എൻ്റെ പൊന്നെ ഇപ്പോഴാണ് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചവിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഈ സാധനം ഗിയർ തെന്നി മാറായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റ് ചവിട്ടുമ്പോഴും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു ടൈറ്റും ഒരു സ്ട്രോങ് ആയി എന്നുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സമാധാനമായി. ഈ ഡൗൺ ഹില്ലൊക്കെ നല്ല സ്പീഡിൽ ചവിട്ടി ഇറക്കുമ്പോൾ പെഡൽ ചെയ്തിട്ട് ചില ഭാഗങ്ങൾ ഡൗൺ ഹില്ലൊക്കെ നമ്മൾ ഇറക്കുക എന്ന് വെച്ചാൽ അത്ര സ്പീഡിൽ വന്നാൽ ആ ഒരു അഡ്രിനാലിൻ്റെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് നല്ല പവറായിട്ട് ഇങ്ങനെ ചവിട്ടുമ്പോഴൊക്കെ ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പേടിയില്ല. ഷിഫ്റ്റിംഗ് ആയാലും ഇപ്പോൾ ഷിഫ്റ്റർ അഡ്വൻറ്റ്, മൈക്രോ ഷിഫ്റ്റ്, ഡിറൈലർ അഡ്വൻ്റ് ആണ്. പക്ഷേ കെസറ്റും ചെയ്യാനും ഷിമാനോ. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻ അപ്ഗ്രേഡ് നമ്മളിത് നടത്തിയിട്ടുണ്ട്. ചെയ്തത് നമ്മുടെ സ്വന്തം ബൈക്ക് ഷോപ്പ്. സ്റ്റേ ട്യൂൺ ഫോർ കിടിലൻ വീഡിയോസ്, ഓഫ് റോഡിങ്, അർബൻ ഫ്രീ റൈഡ് വീഡിയോസ്. സാധനം സെറ്റായിട്ടുണ്ട്, സന്തോഷമായി. ഇനി വേറെ പ്രശ്നങ്ങളൊന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.